ഇന്നൊരു പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പഴം കൊണ്ടുള്ള പ്രഥമൻ. ഇതിനു വേണ്ടി 1 കിലോ നന്നായി പഴുത്ത നേന്ത്രപ്പഴം വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ചൂടായ പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ നെയ്യിടാം. ഇതിലേക്ക് മുറിച്ച് വെച്ച പഴം നമുക്കിട്ട് കൊടുക്കാം. ഇനി ആ പഴം ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ആ നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പഴമൊക്കെ വെന്ത് നല്ല ക്രീം രൂപത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ ജലാംശം പോകുന്നത് വരെ ഇതൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കാം. ഇത് വേണമെങ്കിൽ പുഴുങ്ങിയിട്ട് മിക്സിയിലടിച്ചിട്ട് അങ്ങനെ ചേർക്കുക, അല്ലെങ്കിൽ ആവിക്ക് വേവിച്ചിട്ട് മിക്സിയിലടിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചേർക്കുക. ഇനി ഇതിലേക്ക് 1/2 കിലോ ശർക്കര ഉരുക്കിയത് ഒഴിക്കുന്നുണ്ട്. ഇനി നന്നായി ആ ശർക്കരയിൽ ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഇളക്കി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഈ പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2ാം പാൽ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. മൊത്തം 2 തേങ്ങൻ്റെ പാലാണ് നമ്മൾ എടുത്തിക്കുന്നത്. അത് മൊത്തം 1ാം പാൽ 2ാം പാൽ ശർക്കരപ്പാനി എല്ലാം കൂടെ 1.5 ലിറ്റർ വെള്ളം മൊത്തം ഈ പായസത്തേക്ക് 1 കിലോ പഴത്തേക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ഇനി 1ാം പാലിലേക്ക് 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ചുക്കുപൊടി ഇടുന്നുണ്ട്. ഇനി അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ആ 1ാം പാൽ ഈ പായസത്തിലേക്ക് ഒഴിക്കുക. ഇനി തീ ഓഫ് ചെയ്തിട്ട് നന്നായി ഇളക്കിയിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തീ കത്താൻ പാടില്ല. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യിടാം. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിടാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ കാഷ്നട്ട് ചേർക്കുക. അതിലേക്ക് മുന്തിരി ചേർക്കുക. ഈ ഫ്രൈ ചെയ്തെല്ലാം കൂടെ നമുക്ക് പായസത്തേക്ക് ചേർക്കാം. അപ്പോൾ നമ്മളെ പഴം പ്രഥമൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ.